നെന്മാറ കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും മൊഴിയും നിർണായകമായെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി എൻ മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. മൊഴി മാറാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഗൂഗിൾ ലൊക്കേഷൻ വഴി സാക്ഷികൾ എവിടെയെന്നു കണ്ടെത്തിയിരുന്നു. വിചാരണയ്ക്ക് മുൻപ് ഡമ്മി ട്രയൽ നടത്തിയത് കേസിൽ നിർണായകമായെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി. ചെന്താമര കേസിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുള്ളൊരു വിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി മുരളീധരൻ സാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കോടതിയുടെ വിധി പോലീസിനെ സംബന്ധിച്ചൊരു അംഗീകാരമാണല്ലോ അല്ലേ? അതെ, ഞങ്ങൾ പെട്ടെന്ന് ചാർജ് ഷീറ്റ് ഒരു 56 ഡേയ്സിലൊക്കെ ചാർജ് ഷീറ്റ് കൊടുത്തപ്പോൾ പലർക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു, കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്ന്. പക്ഷേ നമ്മുടെ SP സാർ അത് പറയുമായിരുന്നു, അത് കിട്ടും, ഡെത്ത് പെനാൽറ്റി തന്നെ കിട്ടും. കാരണം ആൾറെഡി ഒരു കേസിൽ ഇങ്ങനെ ശിക്ഷ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് സയൻറ്റിഫിക് എവിഡൻസുകളെല്ലാം നമ്മൾക്ക് ഫേവറായിരുന്നു. പിന്നെ സാക്ഷികൾ കൂറുമാറാതിരിക്കാൻ വേണ്ടി മജിസ്ട്രേറ്റിനെ കൊണ്ട് നമ്മൾ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുമെന്ന് നമുക്കറിയാമായിരുന്നു. ഡമ്മി ട്രയൽ നടത്തിയെന്നൊക്കെ പറഞ്ഞു. അത് നമ്മൾ മോക്ക് ട്രയൽ നടത്തിയ എന്താണെന്ന് വെച്ചാൽ 3/2 തോന്നുന്നു ഹരിശങ്കർ സാർ ഈ കേസിൻ്റെ പ്രതി അറസ്റ്റ് ചെയ്ത ശേഷം ഇതിൻ്റെ റിവ്യൂ നടത്തുന്നതിനായിട്ട് ഹരിശങ്കർ സാർ വന്നിരുന്നു. അന്നത്തെ റേഞ്ച് DIG ആയിരുന്നു അദ്ദേഹം. വന്ന ശേഷം അദ്ദേഹം SP സാറിൻ്റെ കസേരയിൽ പാലക്കാട് DPOയിൽ ഇരുന്നിട്ട് SP സാർ സൈഡിൽ ജഡ്ജായിട്ടും അദ്ദേഹം പ്രതിഭാവം വക്കീലായിട്ടും ഞാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായിട്ടും ഇരുന്നിട്ട് അദ്ദേഹം ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതുവരെ കണ്ടെത്തിയ തെളിവുകൾ എന്തൊക്കെയാണ്, ഞങ്ങളുടെ ഈ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയ തെളിവുകൾ എന്താണ്, അതിനെ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് ഹരിശങ്കർ സാറ് നോക്കി. അദ്ദേഹം ചോദിച്ച കുറേ ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടുപിടിക്കലാണ് ഈ കേസ് ശിക്ഷിക്കാനുള്ള പ്രധാന കാര്യമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ കുറേ ചേഞ്ചസ് വരുത്തി, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 4 ഫയലുണ്ടായിരുന്നു. ഒരു ഫയൽ ഇൻവെസ്റ്റിഗേഷൻ സ്ക്രിപ്റ്ററി വർക്കൊക്കെ നടത്തിയ ഈ 2 പോലീസുകാരാണ്, ഇവരാണ്. അവരുടെ ഫയലുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ SP സാറിൻ്റെ ഒരു ഫയലുണ്ടായിരുന്നു. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് കോടതി കൊടുക്കാൻ ഒരു ഫയലുണ്ടായിരുന്നു. പിന്നെ ഒരു ഫയൽ എൻ്റെ ഉണ്ടായിരുന്നു. ഒരു കേസ് നോക്കാനായിട്ട് 4 ഫയലുണ്ടായിരുന്നു. 4 ടൈപ്പ് മോണിറ്ററിംഗ് ആണ് ഉണ്ടായിരുന്നത്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ വിജയം എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ സാക്ഷികൾ കൂറുമാറിയതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിച്ചത്? സാക്ഷികൾ കൂറുമാറില്ല എന്ന് നമ്മൾ അവരോട് പറഞ്ഞിരുന്നു. അവരവിടെ ആ സമയത്ത് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഗൂഗിൾ ടൈം ലൈൻ വെച്ചിട്ട് അവരുടെ ഈ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡൊക്കെ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂറുമാറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് വെച്ചിട്ട് ഞങ്ങൾ കോടതി കൊടുത്താൽ നിങ്ങൾക്കെതിരെ മറ്റു നടപടി വരുമെന്ന് നേരത്തെ തന്നെ അവരോട് പറഞ്ഞിരുന്നു. പിന്നെ ആദ്യം നമ്മൾ ഈ സംഭവം നടന്ന സമയത്ത് 1-2 ദിവസങ്ങളിലൊന്നും ആൾക്കാർ പോലീസുമായിട്ട് വലിയ സഹകരണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളൊരു 3-4 പേര് രാവിലെയും വൈകുന്നേരമായി പോയി നാട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ടാണ് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവരും നമ്മുടെ അടുത്തേക്ക് വന്ന തന്നെ. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷേ രസകരമായൊരു ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നു. ശരിക്കും അന്വേഷണം എല്ലാ അർത്ഥത്തിലും പരിപൂർണമായിരുന്നു എന്ന് വിധി വന്നപ്പോഴാണല്ലോ ഒരു ബോധ്യപ്പെട്ടത് എല്ലാ അർത്ഥത്തിലും. അതെ, കാരണം എന്നെ 3 ദിവസമാണ് വിസ്തരിച്ചത്. ആകെ 3 ദിവസം എന്നെ വിസ്തരിച്ചുള്ളൂ. സാറിന് ഇത്ര ചിലർ നേരത്തെ ഇവിടെ പറയുന്നുണ്ടായിരുന്നത് 6 ദിവസം 7 ദിവസമൊക്കെ ചില മർഡർ കേസുകളുടെ ട്രയൽ നടക്കാറുണ്ട്. അപ്പോൾ പ്രതിഭാവം വക്കീൽ നല്ല വക്കീലാണ്, പക്ഷേ അദ്ദേഹത്തിന് കൂടുതലായിട്ട് ചോദിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ChatGPT ജനറേറ്റ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് നമുക്കൊന്നും അറിയാത്ത കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയോട് അറിയില്ല എന്ന് പറയല്ലാതെ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് എവിഡൻസുകൾ ഉണ്ടാക്കാനോ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ തെറ്റിപ്പോയാൽ പിന്നെ മൊത്തം കുളമാവും. ഈ കേസിൽ നിർണായകമായത് എന്താണ്? വിധി ഇത്രയും പ്രോസിക്യൂഷനും അതിൽ പൂർണ്ണമായി അംഗീകരിച്ച വിധി ഏറ്റവും നിർണായകമായത് എന്താണ്? നിർണായകമായത് ഈ സയൻറ്റിഫിക് എവിഡൻസുകൾ തന്നെയാണ്. കുടവാളിൻ്റെ പിടിയിൽ നിന്ന് പുള്ളിയുടെ DNA കിട്ടിയിരുന്നു. അതൊരു ഹാർഡ് സർഫേസ് ആയതുകൊണ്ട് അതിന് കിട്ടിയിരുന്നു. അതുകൂടാതെ പുള്ളി വേലിചാടി പോയ സമയത്ത് അയാളുടെ ഉടുപ്പുകളിൽ നിന്നുള്ള ഫൈബർ കണ്ടൻസ് അവിടുത്തെ കമ്പിവേലിയിലുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ സംഭവം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് നമ്മൾ ആ പോത്തുണ്ടി ജംഗ്ഷൻ്റെ അവിടെ ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളുടെ ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ നീ പൈസയൊക്കെ അന്ന് തിരിച്ചു കൊടുത്തിട്ട് എന്താ ചെന്താമരേട്ടാ നിങ്ങൾ ഇപ്പം തന്നെ പൈസയൊക്കെ തിരിച്ചു ഇല്ല, ഇനിയും ചിലപ്പോൾ നമ്മൾ കാണാൻ വഴിയില്ല എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഷറഫുദ്ദീൻ അതേപോലെ തന്നെ വന്ന് ചായക്കടക്കാരൻ വന്ന് കോടതിയിൽ അതേപോലെ തന്നെ വന്ന് പറഞ്ഞിരുന്നു. അതെ, പിന്നെ പുഷ്പ കറക്റ്റായി പറഞ്ഞു, കുറേ സാക്ഷികൾ കറക്റ്റായി പറഞ്ഞു. എന്നിരുന്നാലും സയൻറ്റിഫിക് എവിഡൻസുകൾ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം. മാതൃകയാണ് ഒരു വിധി അല്ലേ? മാതൃകയാണ് എന്ന് പറയാം. എന്നാലും അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. എങ്ങനെ ഇത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രോസിക്യൂഷൻ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചു എന്നതിൻ്റെ കാരണം കൂടിയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, സാക്ഷിമൊഴി ഇതെല്ലാം തന്നെ ഒരേപോലെ ഈ കേസിൽ നിർണായകമാണെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. പ്രജിത് കോങ്ങാടിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.